ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസിയും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് ബ്രെഡ് മിൽക്ക് ടോസ്റ്റ്. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. ഒരു പാന് ചൂടാവാൻ വെച്ചിരുന്നു. അതിലേക്ക് 2 ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ബ്രെഡിൻ്റെ 2 വശവും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നല്ലോണം മൊരിയിച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന ആ രീതിയിലേക്ക് എടുത്താൽ മതിയാവും. ഒരു വശം മറിച്ചിട്ടെടുക്കുന്നതിന് മുന്നേ ഒരല്പം നെയ്യ് കൂടി അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം ബട്ടർ ആയാലും ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, ഒരു വശം കളർ മാറി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സൈഡിൽ നമുക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണം. നെയ്യിന് പ്രത്യേകിച്ചൊരു അളവൊന്നും പറയുന്നില്ല. നെയ്യ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർ കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ആണ് ഈ പഞ്ചസാരയും നെയ്യും എന്ന് തന്നെ പറയാം. പഞ്ചസാര ഇട്ട ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരല്പം പാലെടുക്കുക. ഈ പാല് ഈ ബ്രെഡിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാവധാനം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ബ്രെഡിനകത്തേക്ക് പാല് ഇറങ്ങി പൊക്കോളും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി 2 വശവും മറിച്ചിട്ട് ഈ പാലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. പാൽ ഒഴിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ പാനിൽ അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ വറ്റി വരുന്ന സമയത്ത് വീണ്ടും അല്പം ഒഴിച്ചിട്ട് നന്നായിട്ട് പാലിൽ സോക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ ബ്രെഡ്. ഏകദേശം റെഡിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈസി അല്ലേ? ഈ ഒരു 3-4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് ഏകദേശം എല്ലാവരുടെ വീട്ടിലും കാണേണ്ടതാണ്. എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ്. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചെയ്യേണ്ടത് പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ട് അവസാനം സെർവ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ അതിന് മുകളിൽ അല്പം ഹണി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇങ്ങനെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകും. അപ്പോൾ ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, യുവർ കമൻറ്റ്സ് ആർ വാല്യുബിൾ. സോ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വരും വരേക്കും. ബൈ.